ഉറങ്ങരുത് എന്ന് വിചാരിച്ചുകൊണ്ട് പേരെടുത്ത് വിളിച്ച് നിങ്ങൾ ഉറങ്ങിയോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുന്ന നിങ്ങളുടെ മാതാക്കൾ, സ്നേഹവും കാരുണ്യവും തന്നുകൊണ്ട് നിങ്ങളെ വളർത്തി വലുതാക്കിയവർ, ഒരു പനി ബാധിച്ചാൽ, ഒരു തലവേദന ബാധിച്ചാൽ, ഞങ്ങൾക്ക് എന്തെന്നെ സംഭവിച്ചാലും അവിടെയൊന്നും ഞങ്ങളൊരു ഡോക്ടറെ കാണാൻ പോലും പോവാതെ നിങ്ങൾക്കൊരു പനിയോ തലവേദനയോ ബാധിച്ചാൽ എവിടെ കൊണ്ടുപോകണമോ അവിടെ കൊണ്ടുപോയി നിങ്ങളെ ചികിത്സിക്കുന്ന ആളുകൾ. പക്ഷെ സ്നേഹം അഭിനയിക്കുന്നതിന് പകരം മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ട് പ്രകടിപ്പിക്കാൻ അറിയാത്ത ചില രക്ഷിതാക്കൾ നമ്മളുടെ കൂടെയുണ്ട്. ആ പ്രകടിപ്പിക്കാൻ അറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ, അവർ കുടുംബത്തിൽ അനുഭവിക്കുന്ന വേദനകൾ, അവർ കുടുംബത്തിൽ അനുഭവിക്കുന്ന പ്രാരാബ്ദങ്ങൾ, ഇതൊക്കെ തന്നെ മനസ്സ് മരവിച്ച നമ്മളുടെ ഈ സഹോദരിമാർക്കിടയിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പർദ്ദയും മഫ്തയും അണിഞ്ഞ, സുന്ദരമായി ചുരിദാർ ധരിച്ച് മഫ്തയണിഞ്ഞ് ഇസ്ലാമിക വേഷത്തോടുകൂടി മുന്നേറുന്ന നമ്മളുടെ പെൺകുട്ടികൾ, 10, 16, 17, 18 വയസ്സുവരെ തീറ്റിപ്പോറ്റിയ മാതാപിതാക്കളെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി 4 ദിവസങ്ങൾക്ക് മുമ്പ് കോളേജ് ക്യാമ്പസിൽ വെച്ച് കണ്ട, കോളേജിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ കണ്ട ഓട്ടോറിക്ഷ ഡ്രൈവറോടൊപ്പം, നമ്മളുടെ വീട്ടിൽ പണിക്ക് വരുന്ന നമ്മളുടെ പെയിന്റ് അടിക്കുന്ന ആളുകളോടൊപ്പം, തൊട്ടപ്പുറത്തെ മെക്കാനിക്കായി ജോലി ചെയ്യുന്ന വർക്ക്ഷോപ്പിലെ ചെറുപ്പക്കാരന്റെ കൂടെ, അതേത് മതമാവട്ടെ ജാതിയാവട്ടെ, പക്ഷെ അതിലപ്പുറത്തേക്ക് നമ്മളെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഇന്നലെ സ്നേഹം അഭിനയിച്ച് നടിച്ച് നമ്മളുടെ മുമ്പിലേക്ക് വന്ന ആളുകളുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മളുടെ പെൺകുട്ടികൾക്കിടയിലുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ സ്നേഹിക്കുന്ന നമ്മളുടെ രക്ഷിതാക്കൾ, എന്നിട്ട് സംശയാസ്പദമായ രൂപത്തിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലോ നമ്മളെ കണ്ടെത്തുമ്പോൾ ആ പ്രദേശത്തെ പോലീസുകാർ നമ്മളെ പിടിച്ച് നമ്മൾ എവിടെയാണെന്ന് അന്വേഷിച്ച് ആ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി കിട്ടിയ നമ്മളെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളുടെ മക്കളെ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടു കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാ നാളെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം വിട്ടുള്ളൂ എന്ന് പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ തന്റെ മകളെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി കോടതി വരാന്തയിലെത്തുന്ന നമ്മളുടെ രക്ഷിതാക്കൾ, അവിടുത്തെ ജഡ്ജിക്ക് മുമ്പിലുള്ള ചോദ്യത്തിന് മുമ്പിൽ, ജഡ്ജി ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ നമ്മളുടെ മക്കളുടെ മറുപടി, ആരെ കൂടെ പോകണം എന്ന് പറയുമ്പോൾ പോറ്റി വളർത്തി താലോലിച്ച് വലുതാക്കിയ നമ്മളുടെ മാതാപിതാക്കൾ നിൽക്കുമ്പോൾ ഇന്നലെ കണ്ട പുരുഷന്റെ കൂടെ എന്ന് പറയുമ്പോൾ കോടതി വരാന്തയിൽ ബോധമറ്റ് വീഴുന്ന നമ്മളുടെ രക്ഷിതാക്കളുടെ എണ്ണം കുറവല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ആ ജീവിതത്തിന് നമ്മൾക്ക് എന്ത് സുഖവും സന്തോഷവുമാണ് ഉണ്ടാവുക. നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തണമെന്ന ആഗ്രഹമുള്ള രക്ഷിതാക്കളാണ് ഞങ്ങൾ. നിങ്ങൾക്ക് സ്നേഹവും സാന്ത്വനവും തരാൻ കഴിയുന്ന, നിങ്ങളെ പോറ്റി വളർത്താൻ കഴിയുന്ന പ്രാപ്തനായ ചെറുപ്പക്കാരന്റെ കൂടെ നിങ്ങളെ കൈപിടിച്ചേൽപ്പിക്കാൻ നിങ്ങളെക്കാൾ കൂടുതൽ മനസ്സ് വെമ്പുന്ന ആളുകളാണ് ഞങ്ങൾ. ആ മാതാപിതാക്കളെ മാറ്റി നിർത്തിയിട്ട്, ആ മാതാപിതാക്കളുടെ ശാപം ഏറ്റുവാങ്ങിയിട്ട് പുതിയൊരു ജീവിതത്തിന് നമ്മൾക്ക് തുടക്കം കുറിക്കാമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ജീവിതവും നാളെ പരലോകവും നമ്മൾക്കുണ്ടാവില്ല എന്നുള്ള ബോധം നമ്മൾക്കുണ്ടാവണം. അതിലുപരിയായി മാതാപിതാക്കളെ സ്നേഹിക്കാനും ആദരിക്കാനും, അതുപോലെ തന്നെ കോളേജുകളിലേക്കും സ്കൂളിലേക്കും പോകുമ്പോൾ വഴിയിൽ നമ്മൾ കാണുന്ന, ഫ്ളാറ്റിൽ ഇന്ന് ജീവിക്കുന്ന ആളുകളെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിലാണ് നമ്മളുടെ പെരുമാറ്റം. പോകുന്ന വഴിയിൽ കാണുന്ന, നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ കാണുന്ന നമ്മളുടെ അയൽപ്പക്കക്കാരോടൊന്ന് മിണ്ടാൻ, അവരോടൊന്ന് ചിരിക്കാൻ, അവിടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന, ചിരട്ട കൊണ്ട് അപ്പം ചുട്ട് കളിക്കുന്ന, പുട്ടുചുട്ട് കളിക്കുന്ന നമ്മളുടെ തൊട്ടടുത്ത അയൽവാസിയുടെ മക്കൾ അവിടെ കളിക്കുന്നുണ്ടെങ്കിൽ അവരോടൊന്ന് സ്നേഹത്തോടുകൂടി ഒരു വാക്കുച്ചരിക്കാൻ, ഒന്ന് പുഞ്ചിരിക്കാൻ പോലും നമ്മൾക്ക് സമയമില്ലാതെ കളിച്ചും ചിരിച്ചും നമ്മൾ നമ്മളുടെ കൂട്ടുകാരികളോടൊപ്പം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ അയൽപ്പക്കത്തെ ആളുകളെ കുറിച്ച് നമ്മൾക്കറിയണം, നമ്മളുടെ വീട്ടിലുള്ളവരെ കുറിച്ച് നമ്മൾക്കറിയണം. വീട്ടിലെത്തിയാൽ പഠിക്കാൻ എന്നുള്ള പേര് പറഞ്ഞ് വാതിലടച്ച് വീട്ടിന്റെ ഉള്ളിലിരിക്കുന്നതിന് പകരം നമ്മളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളോട് സംസാരിക്കാൻ നമ്മൾക്ക് സമയം കണ്ടെത്തണം. ഒരുപാട് സമയങ്ങൾ നമ്മളുടെ മുമ്പിൽ ബാക്കിയുണ്ട്. ഈ സമയങ്ങളൊക്കെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന 24 മണിക്കൂറിൽ എന്തിനൊക്കെ നമ്മളുടെ സമയം ചെലവഴിച്ചു, ഇതുവരെ നമ്മൾ ജീവിച്ചതിൽ നമ്മളുടെ സമയം എന്തിനൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചു എന്നുള്ളത് ഒരാത്മ പരിശോധനക്ക് വിധേയമാക്കിക്കൊണ്ട് വളർന്നു വരുന്ന നിങ്ങൾ വരും തലമുറക്ക് നല്ലതായ സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ട് നല്ല രൂപത്തിൽ വരും തലമുറയെ വളർത്താൻ പ്രാപ്തരായിക്കൊണ്ട് നേടിയെടുത്ത വിദ്യാഭ്യാസം കൊണ്ട്, നേടിയെടുക്കാൻ പോകുന്ന വിദ്യാഭ്യാസം കൊണ്ട് സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്രദമായ രൂപത്തിൽ മാറ്റിയെടുക്കാനും സമുദായത്തെ മാറ്റിമറിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്
എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുതിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈ സംഗമത്തിന്റെ ഈ ഒത്തുചേരലിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രൗഢോജ്ജലമായ ഉദ്ഘാടന ഭാഷണം നിർവഹിച്ച സുഹ്റ മമ്പാടിന് അഗൈതവമായ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ വേദിയിൽ നടക്കാനിരിക്കുന്നത് MSM സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നാഷണൽ ലെവൽ എസ്എ കോമ്പറ്റീഷനിൽ 2ഉം 3ഉം സ്ഥാനങ്ങൾ ലഭിച്ച ആളുകൾക്കുള്ള സമ്മാന വിതരണമാണ്. മതവും രാഷ്ട്രീയവും ഇസ്ലാമും ലോക സമാധാനവും എന്ന വിഷയങ്ങളായിരുന്നു ദേശീയ പ്രബന്ധ മത്സരത്തിനു വേണ്ടി നാം തെരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രസ്തുത അവാർഡ് ജേതാക്കൾ മുർഷിദ AWH സെക്കൻഡ് റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത് മുർഷിദ AWH അൽ ബദർ കോളേജ് പയ്യന്നൂർ. തേർഡ് പ്രൈസ് ആമിന ബിൻ ഹസൻ ജാമിയ നദവിയ എടവണ്ണ. സമ്മാനദാനം നിർവഹിക്കുന്നത് സുഹ്റ മമ്പാട്. മുർഷിദ സെക്കൻഡ് പ്രൈസ് ലഭിച്ച മുർഷിദ. സുഹൃത്തുക്കളെ, ഇതൊരു ഇസ്ലാമികമായ സദസ്സാണ് എന്നതുകൊണ്ട് തന്നെ കൈയടിക്കേണ്ടതില്ല. തേർഡ് പ്രൈസ് ആമിന ബിൻ ഹസൻ ജാമിയ നദവിയ എടവണ്ണ. അടുത്തതായി സംസ്ഥാന സാഹിത്യമേളയിൽ വ്യക്തിഗത ചാമ്പ്യന്മാരായവർക്കുള്ള അവാർഡ് വിതരണമാണ്. സീനിയർ ഗേൾസിൽ ഷബ്ന കുറ്റിയൽ, മലപ്പുറം വെസ്റ്റ് ജില്ലയിലുള്ള ഷബ്ന. അവാർഡ് നൽകുന്നത് ആയിഷക്കുട്ടി ടീച്ചർ. ശ്രദ്ധിക്കുക. അടുത്തതായി സ്ത്രീകൾ സാമൂഹ്യ പരിവർത്തനത്തിന്റെ ചാലക ശക്തി എന്ന വിഷയത്തെ ആസ്പദിച്ച് സംസാരിക്കുന്നത് ആയിഷ സജന. വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സ്ത്രീയും സാമൂഹിക പ്രവർത്തനങ്ങളും എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞതിൻ്റെ അപാകത കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കിയതിൻ്റെ പാളിച്ച കൊണ്ടോ അതുമല്ലെങ്കിൽ പ്രായോഗിക തലത്തിൽ അത് കൊണ്ടുവന്നപ്പോഴുണ്ടായ പ്രശ്നമോ എന്തോ, എങ്ങനെയാണ് സ്ത്രീ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ സ്ത്രീ എങ്ങനെയാണ് സമൂഹത്തിൽ പരിവർത്തനം സൃഷ്ടിക്കേണ്ടത് എന്നുള്ള സംഭവത്തെക്കുറിച്ച് നമുക്കറിയില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിന് ആദ്യമായി വേണ്ടത് ആരാണ് സ്ത്രീ എന്ന് മനസ്സിലാക്കലാണ്. പുരുഷാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹിക വ്യവസ്ഥിതി എവിടെ നിലനിന്നിട്ടുണ്ടോ അവിടെയെല്ലാം സ്ത്രീ ചൂഷണം ചെയ്യപ്പെട്ടിട്ടേ ഉള്ളൂ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടേ ഉള്ളൂ, അടിച്ചമർത്തപ്പെടുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. കേവലം അവളെ ഒരു ഭോഗവസ്തു മാത്രമായി കണക്കാക്കാനേ ആ സമൂഹത്തിന് സാധിച്ചിട്ടുമുള്ളൂ. എങ്കിൽ അവിടെ ഇസ്ലാമിന്റെ കടന്നുവരവോടുകൂടി ഒരു പുതിയ സ്ത്രീത്വത്തെ സത്യം പറഞ്ഞാൽ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ആരാണ് പെണ്ണ്, ആരാണ് ആ വ്യക്തി എന്നൊരു തിരിച്ചറിയുകയാണ് ചെയ്തത്. അവൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവൾക്ക് വേണ്ടത് എങ്ങനെയാണോ അത്തരത്തിലുള്ള പദവികൾ അവൾക്ക് നൽകുകയാണ് ചെയ്തത്. സമൂഹം അവൾ അംഗീകരിക്കുകയാണ് ചെയ്തത്. നമ്മൾ ആലോചിച്ച് നോക്കുക, സമൂഹത്തിന്റെ ഒരു ഭാഗമായി അവൾ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ പകുതിയിലധികം വരുന്ന സമൂഹത്തിലെ പകുതിയിലധികം വരുന്നത് മിക്കവാറും ചില സമയങ്ങളിൽ സ്ത്രീകളായിരിക്കും. ആ സമൂഹത്തിൽ എങ്ങനെ സ്ത്രീക്ക് പരിവർത്തനം സൃഷ്ടിക്കാൻ സാധിക്കും, ആ സമൂഹത്തിൽ സ്ത്രീ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അതാണ് നമ്മൾ അറിയേണ്ടത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതാണ് നമ്മൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ടത്. എങ്കിൽ സമൂഹത്തിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബത്തിന്റെ ചെറിയൊരു ഘടകം എന്ന് പറയുന്നത് വ്യക്തിയാണ്. ഈ വ്യക്തിയിൽ മാറ്റം വരുമ്പോഴാണ് കുടുംബത്തിലും ആ കുടുംബം അടങ്ങുന്ന സമൂഹത്തിലും നമുക്ക് പരിവർത്തനം സൃഷ്ടിക്കാൻ സാധ്യമാവുകയുള്ളൂ. എങ്കിൽ എങ്ങനെ വ്യക്തികളിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും? ഒരു വ്യക്തി എന്ന് പറയുന്നത് ശരീരവും മനസ്സും ആത്മാവും അടങ്ങുന്ന ഒന്നാണ്. ശരീരം പ്ലസ് മനസ്സ് പ്ലസ് ആത്മാവ്. ആത്മാവിൽ മാറ്റം സംഭവിക്കുമ്പോഴാണ് വ്യക്തിയിൽ മാറ്റം സംഭവിക്കുന്നത്. ഈ ആത്മീയമായ പരിവർത്തനം എങ്ങനെ മനുഷ്യന് സാധ്യമാകും? ആത്മീയമായ പരിവർത്തനം സാധ്യമാകണം എന്നുണ്ട് എങ്കിൽ അവിടെ വിശ്വാസപരമായ ഒരു കടന്നുവരവ് ആവശ്യമുണ്ട്. വ്യക്തിയിൽ വിശ്വാസം വരുമ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്. നമ്മൾ കണ്ടതാണ് അത് മദീനയിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തിൽ മദീനയിൽ മദ്യത്തിലും മദിരാശിയിലും കുളിച്ച് നടന്നിരുന്ന ഒരു സമൂഹം, അവരോട് ഖുർആൻ പറയുകയാണ്, നിങ്ങൾ മദ്യത്തിൽ നിന്ന് പിന്മാറുക, നിങ്ങൾ മദ്യം വർജിക്കുക, നിങ്ങൾക്ക് ഇനിയും മദ്യത്തിൽ നിന്നും പിന്മാറാനായിട്ടില്ലേ എന്ന ചോദ്യം ഖുർആൻ ചോദിക്കുമ്പോൾ ഞങ്ങളിതാ മദ്യത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിറച്ചു വച്ചിരിക്കുന്ന വീപ്പകൾ, മദ്യത്തിന്റെ വലിയ വലിയ പാത്രങ്ങൾ തട്ടിമറിച്ചിട്ടുകൊണ്ട് അവർ ആ ഖുർആനിന്റെ വചനത്തെ സ്വീകരിക്കുകയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്രത്തോളം അത്തരത്തിൽ അനാചാരത്തിലും അന്ധവിശ്വാസത്തിലും മദ്യത്തിലും മദിരാശിയിലും കുളിച്ചുകൊണ്ടിരുന്ന അധപ്പതിച്ചിരുന്ന ഒരു സമൂഹത്തെ എങ്ങനെ റസൂലുള്ളാഹിക്ക് അത്തരത്തിൽ ഒരു ഉയർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു ഉത്തമ സമുദായമായി അവരെ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത്. വ്യക്തികളിലാണ് മാറ്റം സംഭവിച്ചത്. അതുപോലെ തന്നെ വ്യക്തികളിൽ മാറ്റം സംഭവിക്കണം. അത് കുടുംബത്തിലും കുടുംബമടങ്ങുന്ന സമൂഹത്തിലും മാറ്റം വരുത്താൻ സാധിക്കും. എങ്കിൽ സമൂഹത്തിന്റെ ഭാഗമായ സ്ത്രീക്ക്, സമൂഹത്തിൽ ഭൂരിപക്ഷം വരുന്ന സ്ത്രീക്ക് എങ്ങനെ വ്യക്തികളിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കും, സമൂഹത്തിൽ എങ്ങനെ അവർക്ക് പരിവർത്തനം സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരുപാട് ഘട്ടങ്ങളുണ്ട് അവൾക്ക്. അവൾ പുത്രിയാണ്, ഭാര്യയാണ്, മാതാവാണ്.
പല രംഗങ്ങളിൽ അവളുടേതായ ദൗത്യം